ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സങ്കേതമാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. പ്രാചീനമായ കീഴ്വഴക്കങ്ങളുടെയും ശൈലികളുടെയും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത് തന്നെ. വർഷം തോറും ഭക്തർ വർദ്ധിച്ച് ശബരിമല കഴിഞ്ഞാൽ 27 ദിവസ കാലയളവിൽ ലക്ഷോപലക്ഷം ആളുകൾ വന്നു ചേരുന്നതും ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി അവകാശികളും അടിയന്തരക്കാരും താമസിക്കേണ്ടതുമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ ഇല്ല എന്നതും നടത്തിക്കൂടാ എന്നതും ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. യാഗശാലകൾ അഥവാ കയ്യാലകൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഓല ഷെഡുകളാണ് അടിയന്തരക്കാർക്ക് താമസിക്കുന്നതിനും ഓഫീസ് പ്രവൃത്തി മുതലായവ നിർവഹിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കുന്നത്. ഇതര ക്ഷേത്രോത്സവങ്ങളിലെ പോലെ ആധുനിക സ്പർശമുള്ള കലാപരിപാടികളും മറ്റും ഇവിടെയില്ല. പ്രകൃതി രമണീയതയിൽ ലയിച്ച് തികച്ചും ശാന്തമായി പ്രാർത്ഥിക്കാനൊരിടം. പിന്നെ മറ്റെന്താണ് ഇവിടെ? ശീവേലി, എഴുന്നള്ളത്ത്, പാണികൊട്ട്, കൊട്ടിപ്പാടി സേവ, പാടകം, കൂത്ത് എന്നിങ്ങനെയുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമാണ് ഇവിടെ നടത്താറുള്ളത്. 27 നാൾ നീണ്ടു നിൽക്കുന്ന അതിപ്രാചീനമായ ഈ യാഗോത്സവം വെടിക്കെട്ടില്ലാത്ത ഒരു മഹോത്സവം കൂടിയാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണിത്തറയ്ക്ക് മുകളിൽ ഉത്സവകാലത്ത് മഴയും വെയിലും ഏൽക്കാതെ താൽക്കാലിക പർണശാലകൾ കെട്ടിയുണ്ടാക്കുകയും പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വനാന്തരീക്ഷത്തിൽ നടക്കുന്ന ഉത്സവം അക്കരെ കൊട്ടിയൂരിൻ്റെ വൈശിഷ്ട്യമാണ്. സർവോപരി തിരുവഞ്ചിറയിലെ ശിവപാർവതിമാരുടെ സാന്നിധ്യവും ചൈതന്യവും കൂടെ ഭൂതഗണങ്ങളും ദക്ഷമഹാരാജാവിൻ്റെയും ബ്രഹ്മരക്ഷസിൻ്റെയും ദേവതകളുടെയും ചൈതന്യം കൂടി ഒത്തുചേരുമ്പോൾ നിർബന്ധമായും ഒരിക്കലെങ്കിലും നാം ഓരോരുത്തരും സന്ദർശിക്കേണ്ടതും തൊഴുതു വണങ്ങേണ്ടതുമായ ഒരിടം തന്നെയാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. ദക്ഷമഹാരാജാവ് യാഗം നടത്തിയതും സതീദേവിക്ക് യാഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നിയതും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും ഭൂതഗണങ്ങളുടെയും ശിവപാർവതിമാരുടെയും മറ്റും കഥകൾ നാം ഓരോരുത്തരും ഇതിനോടകം ഏറെ മനസ്സിലാക്കിയവരാണ്. എന്നാൽ കൊട്ടിയൂരിലെ ബ്രഹ്മരക്ഷസിൻ്റെ കഥ നാം അധികമാരും പറഞ്ഞു കേൾക്കാത്തവരായിരിക്കും നമ്മളിൽ പലരും. എന്താണ് ബ്രഹ്മരക്ഷസിൻ്റെ ഐതിഹ്യം? ഒരിക്കൽ കുടകുമലകൾ കടന്നു വന്ന അജാനാബാഹുവായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ കൊട്ടിയൂരിലെത്തി താമസമുറപ്പിച്ചു അത്രേ. ഉന്നതമായ വ്യക്തിപ്രഭാവത്താൽ ഒട്ടേറെ ഗംഭീര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവർ ശ്രദ്ധേയനായി. മണത്തണയിലെ ഒരു ശ്രേഷ്ഠ നായർ തറവാടുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയുമുണ്ടായി. ഉയർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ശത്രുക്കൾ ഏറെ ഉണ്ടാവുക എന്നത് സർവ്വസാധാരണമാണല്ലോ. ഈ ബ്രാഹ്മണന്റെ കാര്യത്തിലും നിർഭാഗ്യവശാൽ അത് തന്നെ സംഭവിച്ചു. ധാരാളം പ്രതിയോഗികളുണ്ടായിരുന്ന അദ്ദേഹത്തിന് കാലാന്തരത്തിൽ അപമൃത്യു സംഭവിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ മരണാനന്തര സാന്നിധ്യം കൊട്ടിയൂരിൽ നിലകൊള്ളുന്നതായി ദൈവജ്ഞരും പഴമക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷേത്രകാര്യങ്ങളിലും അനുബന്ധ വിഷയങ്ങളിലുമെല്ലാം ഈ സാന്നിധ്യം ഒരു ബ്രഹ്മരക്ഷസായി ഇടപെടുന്നുണ്ടത്രേ. കൊട്ടിയൂരിലെത്തി മംഗളകർമ്മങ്ങൾ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ ബ്രഹ്മരക്ഷസിൻ്റെ പ്രീതി നേടിയിരിക്കണമെന്നുണ്ട്. ഇതിനായി പാൽപ്പായസ നിവേദ്യം കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ബ്രഹ്മരക്ഷസിൻ്റെ സായുജ്യത്തിനായി സമീപകാലത്ത് കൊട്ടിയൂരിൽ കർമ്മങ്ങൾ നടക്കുകയുണ്ടായി. കൊട്ടിയൂരിൻ്റെ ഉപക്ഷേത്ര സ്ഥാനമായ മണത്തണയിലെ ശ്രീ കുണ്ടേൻ വിഷ്ണു ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് പ്രത്യേക സ്ഥാനം നൽകി ആദരിച്ചു വരുന്നുണ്ട്. അങ്ങനെ കൊട്ടിയൂരിനെ നാം ഏറെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസിൻ്റെ നാം അധികമാരും കേട്ടിട്ടില്ലാത്ത കുറച്ച് കഥകൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ 2024 കൊട്ടിയൂരിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയോട് കൂടിയിട്ട് വിവരണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. തുടർന്ന് അങ്ങോട്ടേക്കും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യുക.